ഇംഗ്ലണ്ട് വിയേഴ്സ് അർജന്റീന മാച്ച്, സ്പെയിൻ വിയേഴ്സ് ഫ്രാൻസ് മാച്ച് ഇപ്പോൾ നടക്കാൻ പോകും. നമുക്ക് അതിന്റെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇംഗ്ലണ്ട് വിയേഴ്സ് അർജന്റീന മാച്ചിനെ കുറിച്ച് പറയുന്നു. ഈ ഒരു മാച്ചിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? ഒരു കാര്യം പറയാം, ഈ അർജന്റീനയെ സംബന്ധിച്ച് അവരുടെ ഗ്രൂപ്പ് സ്റ്റേജും റൗണ്ട് ഓഫ് 32 റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനലൊക്കെ കഴിഞ്ഞിട്ട് അവർ വലിയൊരു മാച്ചിലേക്ക്, ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള മാച്ചിലേക്കാണ് കടക്കാൻ പോകുന്നത്. കൊളംബിയയുമായിട്ടുള്ള ഇടയ്ക്കൊരു മാച്ച് നമ്മൾ ക്വാർട്ടർ ഫൈനൽ വിചാരിച്ചു, പക്ഷേ അത് കിട്ടിയില്ല. സ്വിറ്റ്സർലാൻഡുമായിട്ടാണ് വന്നത്. പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, കുറേശ്ശമായിട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മെക്സിക്കോമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു ക്രൂഷ്യൽ മാച്ച് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വരാണ്. അർജന്റീനയെ സംബന്ധിച്ച് ഒരു വലിയ മാച്ചിലേക്ക് അർജന്റീന ആദ്യമായിട്ട് ഈ വേൾഡ് കപ്പിൽ കടക്കാൻ പോകുന്നു. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് 2 തവണ ഓൾറെഡി ഏറ്റുമുട്ടിയിട്ടാണ് ഇംഗ്ലണ്ട് വരുന്നത്. ഇനി അർജന്റീന വിയസ് ഇംഗ്ലണ്ട് ഏറ്റുമുട്ടിയ പഴയ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 3 തവണ ഇംഗ്ലണ്ട് ജയിച്ചിട്ടുണ്ട്, 2 തവണ മാത്രമാണ് അർജന്റീന ജയിച്ചിട്ടുള്ളത്. പിന്നെ അർജന്റീന 13 മാച്ചുകൾ തോക്കാതെയാണ് ഇംഗ്ലണ്ടുമായിട്ട് നേരിടാൻ പോകുന്നത്. ഇംഗ്ലണ്ട് ആണെങ്കിൽ 8 മാച്ച് തോക്കാതെയാണ് അർജന്റീനയെ നേരിടാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിന് ശേഷം അർജന്റീന നോക്കൌട്ടിൽ 5 ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലണ്ട് ആണെങ്കിൽ 4 ഗോളുകളാണ് കൺസീഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലയണൽ മെസ്സി മാത്രമല്ല അർജന്റീന ഫോമിൽ നിൽക്കുന്നത്, മറ്റുള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സും അത്യാവശ്യം നല്ല ഫോമിലാണ് വന്നിട്ടുള്ളത്. ഇംഗ്ലണ്ടിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ജൂഡ് ബെല്ലിംഗം അപാര ഫോമിലാണ്. നോക്കൌട്ടിലാണ് അടിപൊളിയായിട്ട് ഗോളുകൾ അടിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ടൈറ്റായ മാച്ചിലാണ് ജൂഡ് ബെല്ലിംഗം അടിപൊളി പെർഫോമൻസ് കാണിച്ചത്. ഡിഫൻസ് ലൈനിലാണെങ്കിലും മൊത്തത്തിൽ പിച്ചിൽ ഇമ്പാക്റ്റ് നല്ല ഉണ്ട് ജൂഡ് ബെല്ലിംഗത്തിന്. സോ ജൂഡ് ബെല്ലിംഗം പീക്ക് ലെവൽ ഫോമിലാണ്, മെസ്സിയും പീക്ക് ലെവൽ ഫോമിലാണ്. പിന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് അർജന്റീനയെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാക്കാണ് ലിസാഡോ മാർട്ടിനസും അതുപോലെ തന്നെ റോമേറോയും. മാർട്ടിനസിനെ കുറിച്ച് പറയണ്ട, നല്ല നല്ല ഷോട്ടുകളും നല്ല ഡേഞ്ചർ ബോളുകൾക്ക് സ്വിറ്റ്സർലാൻഡിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ബാക്ക് ലൈൻ എന്ന് പറയുന്നത്, ഇവർ രണ്ടാളും സെൻട്രൽ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂട്ടും എന്നുള്ളത് ഉറപ്പാണ്. കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് അങ്ങോട്ട് കടന്നു പോകാൻ. പക്ഷെ ഇംഗ്ലണ്ടിന്റെ ബാക്ക് ഡിഫൻസ് ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും സെൻട്രൽ ബാക്കും ഒക്കെ നോക്കുകയാണെങ്കിൽ അർജന്റീനയുടെ ഫുൾ ലൈൻ നോക്കിയും ഇംഗ്ലണ്ടിന്റെ ഫുൾ ലൈനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഡിഫൻസ് ലൈനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. ഇംഗ്ലണ്ടിന്റെ ആണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ആണ് ബെറ്റർ അർജന്റീനയെക്കാളും. സോ ഇതൊക്കെയാണ് അർജന്റീനക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ നോക്കുമ്പോൾ ഒരു വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ എനിക്ക് പറയാൻ പറ്റുന്നത് മിക്കവാറും ഇംഗ്ലണ്ട് ജയിക്കാൻ ഒരു 55% സാധ്യതയുണ്ട്. ബാക്കി 45% അർജന്റീന ജയിക്കാനാണ് സാധ്യത. നമ്മളൊരു ഡ്രോ ഒന്നും പറയുന്നില്ല, കാരണം ഇത് നോക്കൌട്ട് സ്റ്റേജ് ആണ്. എന്തായാലും ഒരു ജയം ഉറപ്പാണ്, അത് പെനാൽറ്റിയിലാണെങ്കിലും അത് എക്സ്ട്രാ ടൈമിലാണെങ്കിലും. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 55% ഇംഗ്ലണ്ട് ജയിക്കും, 45% അർജന്റീന ജയിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ മാച്ചാണ്. പക്ഷെ ഞാൻ കൂടുതൽ കാണുന്നത് ഇംഗ്ലണ്ട് ജയിക്കാനുള്ള സാധ്യതകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ബൈ, ഇറ്റ്സ് മീ, സ്കോറേഴ്സ് മൈൻഡ്.